നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംവിധായകൻ ജിതിൻ ഐസക് തോമസ് ആണ്. അതിനകത്ത് ബുദ്ധിമുട്ടില്ല, അവരെ കൊണ്ട് പറഞ്ഞുള്ള ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വേറൊരു രസമുള്ള പരിപാടിയായിരുന്നു. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ പടം എന്ന് പറയുന്നത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അത് കുറച്ച് ചലഞ്ചിങ് ആണ്. പല രീതിയിൽ പലരെ കൊണ്ട് ആ സാധനം പാടിപ്പിക്കണം. അപ്പം അത് കാണാൻ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റണമെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജിതിൻ, വെൽക്കം. താങ്ക് യു. IFFK പാത്ത് വളരെ മികച്ച പ്രതികരണം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാത്തിൻ്റെ ശരിക്കുള്ള പാത്ത് എവിടെ നിന്നായിരുന്നു? ഈ ഒരു ഐഡിയ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 2-3 ദിവസം ഡേറ്റ് കിട്ടിയാൽ മതി, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാനായിരുന്നു. ആ പരിപാടി കുറേ നാളായിട്ട് ഇങ്ങനെ മൈൻഡിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പം വേറെ പ്രൊജക്റ്റിൻ്റെ പുറകെയായിരുന്നു ഞാൻ. അത് കുറച്ച് ഡിലേ ആയ സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം, പെട്ടെന്ന് കുറേ നാളായിട്ട് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഐഡിയ ഇങ്ങോട്ടേക്ക് തട്ടി അതൊരു പാത്താക്കി എടുത്തതാണ്. ആൻഡ് സ്ക്രിപ്റ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ വർക്ക്, അതിനുള്ളത് സ്ക്രീൻ പ്ലേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു മാസത്തോളം. പെട്ടെന്ന് തന്നെ സ്ക്രീൻ പ്ലേ ചെയ്ത് പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് കടക്കുന്ന ഒരു തരം പ്രോസസ്സാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ജിതിൻ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ല, ശരിക്കും ഇത് മാത്രമാണ് അങ്ങനെ സംഭവിച്ചേക്കണം. ബാക്കി എല്ലാത്തിനും 1 വർഷത്തോളമുള്ള പരിപാടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ പടങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നതനുസരിച്ച് നമുക്കൊരു ടീം, കുറച്ച് ഫ്രണ്ട്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പടം ചെയ്യാം എന്ന് പറയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം. പെട്ടെന്ന് നടക്കുന്നതിൻ്റെ കാരണം അതാണ്. അതെ, നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു ടീം വർക്കാണ്, ഒരു ടീം എഫേർട്ട്. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളെ ഹുക്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്ന ആ പാട്ടാണ്, ഓഷായ ഓഷായ ഓഷായവേ. ആ പാട്ട് എവിടെ നിന്നാണ് പിക്ക് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനനം എങ്ങനെയായിരുന്നു? അപ്പം നമ്മളത് AI വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. ഒരു 34 ലാംഗ്വേജിൽ നിന്ന് ഓരോ വാക്കുകൾ വെച്ചെടുത്തിട്ട് നമ്മൾ AI കൊടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മുടെ ക്ലൈമാക്സിൽ പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ പരിപാടി കൊടുത്തിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ലിറിക്സ് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു AI ഡയറക്ടറുണ്ട്, അമൃത എന്ന് പറഞ്ഞു. ഓക്കെ, പുള്ളിക്കാരിയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് മ്യൂസിക് ഡയറക്ടർ കൊടുത്ത് അതിൻ്റെ പല ആക്ഷൻ പരിപാടി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ബഹളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ നിൻ്റെ എന്ന് പറയുന്ന ഒരു ബഹളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീടാണ് ഈ പാട്ടിൻ്റെ ജേണിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞൊരു എന്താ ഒരു ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു എന്നാൽ പിന്നെ അടുത്ത ടൈറ്റിൽ വരുന്നത് ചിലപ്പോൾ ആ പാട്ടായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, അതിൻ്റെ വേറൊരു വേർഷനാണ് ശരിക്കും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നീടാണ് ആ പാട്ടാണ് ആ സിനിമ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വന്നത്. അത് ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. ഒരു ബേസ് ആയിട്ടുള്ള ഒരു ലിറിക്സ് പരിപാടി ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ പരിപാടി. പക്ഷെ അതിൽ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചുകൾ ആൾക്കനുസരിച്ച് മാറ്റണം. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വലിയ പറയത്തക്ക ബുദ്ധിമുട്ടില്ല. അവരെ കൊണ്ട് പറഞ്ഞുള്ള ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജേണി ആയിരുന്നല്ലോ. മീൻസ് ഈ സിനിമ മുഴുവൻ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു മോക്യുമെൻ്ററി സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് ഇതിലുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരെവിടെയാണുള്ളത് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവരിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ അവർ കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെ പോയി ഷൂട്ട് ചെയ്യും. പലരുടെയും വീട്ടിലൊക്കെ പോയി തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അവരും കുറച്ച് കംഫർട്ടായിരുന്നു, പിന്നെ നമുക്കും എളുപ്പമാണ്. നമുക്ക് എല്ലാ ജില്ലകളിലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വേറൊരു രസമുള്ള പരിപാടിയായിരുന്നു. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ വലിയ പരിപാടിയായിരിക്കും ആക്ച്വലി. ഒരു രേഖ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും അതിലൊരു പേഴ്സണൽ ഇമോഷൻ്റെ പുറത്ത് നടക്കുന്ന ഒരു സംഗതിയിൽ നിന്നുമാണല്ലോ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ കൂടുതലുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ സ്റ്റോറി ലൈൻ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയായിരുന്നല്ലോ. പക്ഷേ ഇത് നമ്മൾ പാത്തിലേക്ക് എത്തുന്ന സമയത്ത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആ ഫ്രെയിമിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അവരുടെ സംഗതികൾ പറയുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അത് ആ പ്രൊസീജിയർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നില്ലേ ആക്ച്വലി? ആവാസവ്യൂഹം എന്ന് പറഞ്ഞ സിനിമ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഭയങ്കര. ആ സാധനം കണ്ട സമയത്ത് കൊള്ളാലും
പ്രശാന്താൻ്റെ പടത്തിലൊരു എന്തെങ്കിലും ഒരു പുതുമ പരിപാടി ഉണ്ടല്ലോ, വ്യത്യസ്ത മേക്കിംഗ് ബേസ് ഉള്ള സാധനം. അങ്ങനെ ആ ഒരു മേക്കിംഗ് ബേസ് ഉള്ള പരിപാടി അങ്ങനെയാണ് ഞാൻ ആ പരിപാടി കാര്യങ്ങൾ കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം. അപ്പം ആ സാധനം എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനൊരു കഥ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്ന് പിന്നീട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ എനിക്ക് കണക്റ്റായി കഴിഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ആ വസ്തു എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോക്യുമെന്ററി സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ആദ്യത്തെ അസോസിയേഷൻസ് രണ്ടും കാർത്തിക് സുബ്ബരാജുമായിട്ടായിരുന്നു. അപ്പോൾ അത് ആസ് എ ഡയറക്ടർ മുന്നോട്ടുള്ള പാതയിലേക്ക് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ പുള്ളിക്കാരനോട് വളരെ കുറച്ച് സമയങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരാളുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്നൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതെനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു. ആ ബാനർ പരിപാടി കാര്യങ്ങളൊക്കെ എൻ്റെ പ്രൊഫൈലിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ആസ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നോട്ടേക്കുള്ള ജേണി പരിപാടിയിൽ അങ്ങനെ പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയതൊക്കെ വലിയ കാര്യം തന്നെ. എൻ്റെ സന്തോഷം. നമ്മൾ പാത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരുടെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു മനസ്സിൽ തോന്നുന്നൊരു ക്യൂരിയോസിറ്റി എന്നാണല്ലോ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം എങ്ങനെയായിരുന്നു? കാരണം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിലും ഇവരുടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നതാണെങ്കിലും കൂടുതലും ആ മുറിക്കുള്ളിൽ ആ ഒരു സോഫയുടെ അടുത്തായിട്ട് മാത്രമാണ് ഇവരുടെ ഈ തോട്ട് പ്രോസസ്സ് പരിപാടികൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആക്ച്വലി. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകണം? അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? അല്ല, ഒരു ഡോക്യുമെൻ്ററി പരിപാടി ഞാൻ പറഞ്ഞു ഇതേ ഒരു ഐഡിയയിൽ വേറൊരു സാധനം അതിലും ഇതേപോലെ രണ്ട് കപ്പിൾസ് പരിപാടി ഇതേ സാധനം തന്നെയാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി മാത്രമാണ് ഞാൻ മാറ്റിയേക്കുന്നത്. ഓക്കെ ഓക്കെ. അത് കുറച്ചുകൂടെ വലുതായിരുന്നു. കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ പരിപാടിയായിരുന്നു. പക്ഷെ എക്സ്പെരിമെന്റിൽ തന്നെയാണ്. ഇനി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ സോഫ പരിപാടി കാര്യങ്ങൾ. പിന്നെ ആഷികൊക്കെ ആ സമയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ആ സമയത്ത് സ്റ്റേ ചെയ്തുകൊണ്ടായിരുന്നത്. പിന്നെ ഗൗതമി പുള്ളിക്കാരനെ ഓഡിഷൻ ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ ആഷിഖിൻ്റെയും എൻ്റെ കോ റൈറ്റർ ഉണ്ടായിരുന്നു, കോ ഡയറക്ടർ, അവരുടെയൊക്കെ ഫ്രണ്ടാണ്. അവർ വഴി ഓഡീഷന് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഇവർ തമ്മിൽ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ക്യാരക്ടർ വൈസ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? കാരണം ഇവരിലൂടെയാണല്ലോ മൊത്തം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും വേണമല്ലോ. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്തരത്തിൽ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്? എനിക്ക് കണ്ടന്റ് ബേസ് എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റ് ബേസ് ഞാൻ അങ്ങനെ ചിന്തിച്ചതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല. ആർട്ടിസ്റ്റ് എന്നല്ല, ആ ക്യാരക്ടർ, കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അവർക്കുണ്ടാവണ ക്യൂരിയോസിറ്റി. അതെ 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 അതെ. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ആണെങ്കിൽ ഭയങ്കര നോർമലായിട്ട് ഞാനിപ്പം എഴുതുന്ന പരിപാടികളിലൊക്കെ എൻ്റെ ഒരു ഫ്ലേവർ പരിപാടി ഇല്ല, എൻ്റെ ഒരു സ്വഭാവ പരിപാടി രണ്ട് ക്യാരക്ടേഴ്സിനും വരാം, എല്ലാ ക്യാരക്ടേഴ്സിനും വരാം. അപ്പം അതുപോലെ തന്നെയാണ് ഇവർക്ക് ഉണ്ടാവണ. ആഷിഖ് ചെയ്ത ക്യാരക്ടറിന് ചോദിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, പരിപാടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടീവ് പരിപാടിയിൽ തന്നെയാണ് അവർക്ക്. ഇതിനൊരു കിക്ക് പരിപാടിയും കാര്യങ്ങളും ഉണ്ട്, എന്നാലും അത് ഭയങ്കരമായിട്ട് സമൂഹ നന്മ പരിപാടി കാര്യങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ല. അവരവരുടേതായിട്ടുള്ള, ഒരാൾക്കാണെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ എന്ന് തോന്നിക്കൊണ്ട് ചെയ്യുന്നതാണ്, മറ്റൊരാൾക്കാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു സാധനത്തിലാണല്ലോ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവസാനം എത്തി നിൽക്കുന്നത് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള നീഡ്സിലേക്കാണ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എൻഡ് പരിപാടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു സാധനം നമുക്ക് കിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അത് കണക്റ്റ് ആവുന്ന സാധനവും കമ്മ്യൂണിക്കേറ്റ് ആവുന്ന സാധനം ആയതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് കൊണ്ട് വെച്ചേക്കുന്നത്. ഇനി പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഓരോരോ ആളുകളിൽ നിന്ന് പെട്ടെന്ന് വേറൊരു നമ്മൾ ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഓരോ ആൾക്കാർ, ഒരു കഥാപാത്രങ്ങളാണല്ലോ സംസാരിക്കുന്നത് നമ്മളോട്, അവരുടെ കഥകൾ സംസാരിക്കുന്നത്. പക്ഷേ അവസാനത്തെ പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് വേറൊരു കമ്മ്യൂണിറ്റി പോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വേറൊരു വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണത് വർക്ക് ചെയ്തത്? അല്ല, ഞാൻ കഥ എഴുതി തുടങ്ങി ഒരു പകുതി വരെയൊക്കെ ഇത് എവിടെ കൊണ്ട് നിർത്താൻ വേണ്ടി പറ്റും. ഇതൊരു ഡോക്യുമെൻ്ററി സ്വഭാവം ആയതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം തോന്നുന്നില്ല. അതിനൊരു സിനിമാറ്റിക് ഫീലും കൂടി വേണം. അപ്പോൾ അത് എങ്ങനെ കൊണ്ട് നിർത്താം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് വന്നത്. ഞാൻ ആലോചിച്ചു, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് തടി വീരാനും പറ്റില്ല.
അപ്പോൾ എന്താണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടെന്ന് തോന്നിയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. ആൻഡ് ഇതിൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്തു പറയാൻ തോന്നിയൊരു സംഗതിയായിരുന്നു. കാരണം നമ്മൾ തുടക്കത്തിൽ ടൈറ്റിൽ സോങ് മുതൽ അവസാനം നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്ന സമയം വരെ നമ്മൾ സിനിമയിൽ പിടിച്ചിരുത്തുന്ന പ്രധാന ഘടകം മ്യൂസിക്കാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഡിസൈനിലും പെക്യൂലിയാരിറ്റി ഉണ്ടായിരുന്നു. മിലനാണ് ചെയ്തേക്കണേ, രേഖയുടെ ചെയ്തേക്കണേ. അപ്പോൾ അവനറിയാം അതിൻ്റെ ട്രാവലിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നതാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ചിരുന്നു. അപ്പോൾ ആ പരിപാടി കാര്യങ്ങൾ അവൻ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ സിംഗറും കൂടിയാണ്. അവൻ്റെ വോക്കൽ പരിപാടിക്ക് ഉണ്ടാവുന്ന ഒരു ഡെപ്ത് ഉണ്ട്. അത് അവസാന ക്ലൈമാക്സ് പരിപാടിയും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടം എന്ന് പറയുന്നത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആണ്. പല രീതിയിൽ പലരെ കൊണ്ട് ആ സാധനം പാടിപ്പിക്കണം. അത് ഭയങ്കര സിനിമാറ്റിക് പരിപാടിയിലാണ്, ഭയങ്കര റോ ആയിട്ട് തന്നെ കിട്ടുകയുമാണ്. അപ്പോൾ അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആഷിഖ് തുടക്കത്തിൽ തന്നെ കിടന്നുകൊണ്ട് പാടുന്നൊരു പാട്ടുമുണ്ട്. അതും ഇതിലെ ഒരു കഥയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ കഥയായിട്ട് മാച്ച് ചെയ്തേക്കണം. നിർഭാഗ്യവശാൽ അവൻ ആ ഒരൊറ്റ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അത് നമുക്ക് മാച്ച് ആവുന്ന സാധനം ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് കിട്ടുകയും ചെയ്യും. ആൻഡ് ഈ ഫ്രെയിമിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ അവരെയൊക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്തത്? നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ പ്രതാപേട്ടനാണ്. പ്രതാപൻ കേസ് നമ്മുടെ രേഖയിലെ കണ്ണമാമനല്ലേ. പ്രതാപേട്ടൻ ഓരോരുത്തർ പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസും പെർഫോമൻസ് വീഡിയോസും അയച്ചു തരും. അപ്പം അവരുടെ രൂപവും നമ്മുടെ ക്യാരക്ടർ മാച്ച് ആവുന്ന പരിപാടിയും നോക്കിയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിൽ തന്നെയുള്ള അവർക്ക് പ്ലേ ചെയ്യേണ്ട പോർഷൻ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അയച്ചു തരാൻ പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ചൂസ് ചെയ്തെടുത്തേക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു മോക്യുമെൻ്ററി സ്വഭാവം ആയതുകൊണ്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊരു ഡോക്യുമെൻ്ററിയിൽ ഒരു മോക്യുമെൻ്ററി ഫീൽ അടിക്കും. ശ്രദ്ധ അവരിലേക്ക് പോകും, ക്യാരക്ടറിലേക്ക് പോകും. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ കൊള്ളാലോ ചേട്ടൻ എന്നുള്ളൊരു സാധനം തോന്നും. പല സിനിമകളിലും നമ്മൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് പെക്യൂലിയറായിട്ട് ഒരു സിനിമയിൽ മാത്രം ഫിറ്റ് ആവുന്ന ആളുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഭയങ്കര ഫ്രഷ് ആയിരിക്കും ശരിക്കും പറഞ്ഞാലല്ലേ. ആൻഡ് അവരുടെ ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ സ്വഭാവമാണ്, ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഓരോ സ്വഭാവമാണ്, ഓരോ കൾച്ചറാണ് വരുന്നത്. എനിക്കൊന്നും നമ്മളെ പ്രണയമാണ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. അതിലൊരു എന്താ പറയുക, നമ്മളെ കുക്ക് ചെയ്യുന്നൊരു പോയിന്റ് അതിലുണ്ടായി, തമാശ എന്ന് പറയുന്ന ഒരു സാധനം. അതെ, ഒരു ദാഷ്ടിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അതെ, ഷിനോയ് പള്ളുരുത്തിൻ്റെ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് കട്ടായ സമയത്ത് ഷിനോയ് പള്ളുരുത്തി വർക്കാവാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എപ്പോഴും വർക്കാവാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണോ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കട്ട് ചെയ്ത് കളയേണ്ട അതെന്താ എന്തായാലും ഒരു മിനിമം ഒരു 50% ഓഡിയൻസിനെങ്കിലും അത് വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തിയേറ്ററിലൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ്, ഭയങ്കരമായിട്ട് ചിരിക്കണ കണ്ട ഭയങ്കര സന്തോഷം തോന്നി. അതുമാത്രമല്ല ഇത്രയും കഥാപാത്രങ്ങളെ നിരത്തുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇത്രയും നമ്പേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് 2 നിർത്താം, 3 നിർത്താം, 4 നിർത്താം. അപ്പോൾ അതിൽ കൂടുതലും ആളുകളിലേക്ക് ഇത് കൊണ്ടുപോകണം ഈ ജേണി എന്ന് തോന്നുന്ന പോയിന്റ് എന്തായിരുന്നു? ഇല്ല, കാരണം ഒരു പരിധി കൂടുതൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ പടം ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ബഹളപരിപാടിയും കാര്യങ്ങളും മാറ്റി നിർത്തി ബാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥാപരിസരം കാര്യങ്ങൾ പരിചയപ്പെടുത്തി പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് ഒരു കോമഡി പോലെ ആ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു സോങ് പരിപാടി, ഒരു സെക്ഷൻ പരിപാടി കൊണ്ടുവന്നു, പിന്നെ ഒരു എൻഡിങ് പരിപാടി, ഒരു അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണ പോലെയാണ് ഞാൻ ആ സാധനത്തിന് സെറ്റ് ചെയ്തേക്കണം. ഇത്ര പീസ് പരിപാടി എന്നുള്ള രീതിയിൽ അപ്പം എല്ലാം കൂടി കണക്ട് ചെയ്തേക്കണതാണ്. അപ്പം ഞാൻ എപ്പോൾ 1.5 മണിക്കൂർ ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിർത്താം എന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ വിചാരിച്ചിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ടിരുന്നത്. ഒരു കറക്റ്റായിട്ടൊരു പരിപാടിയും കാര്യങ്ങളായപ്പോഴത്തേന് ഇത് മതി എന്നുള്ള രീതിയിൽ നിർത്തുകയാണ് ചെയ്തത്. നമ്മൾ ഒന്നാമത് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. അത് ഒരുപാട് ആൾക്കാർക്ക് ദഹിക്കണമെന്നില്ല. അപ്പം അത് കാണാൻ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റണമെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കാതിരുത്തുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടാതെ കുറച്ച് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ആക്ച്വലി ഇതൊരു യൂണിവേഴ്സൽ വിഷയമാണല്ലോ കൈകാര്യം ചെയ്തത്. നമ്മളിപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയ പേഴ്സണൽ നിലപാടുകളിലേക്കോ ഒതുങ്ങുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു യൂണിവേഴ്സൽ തോട്ട് എന്ന് പറയുന്ന അതിൻ്റെ പൊളിറ്റിക്സിലേക്കാണ് സിനിമ വെളിച്ചം വീശുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിടയിൽ പോലും കോൺഫ്ലിക്റ്റുകളും പല കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് തോട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇത് തുടക്കം മുതൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഈ ഒരു തോട്ട്? ഇത് ഞാൻ ടീമിലെല്ലാവരോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം പാട്ടിനെ അന്വേഷിച്ച് പോണതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് ലൈൻ. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ DNA പരിപാടിയാണ്, സിംബോളിക്കായിട്ട് നമ്മൾ വിചാരിക്കണം. അത് നമ്മൾ ന്യൂസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഡെയിലി അതുമായിട്ട് റിസർച്ച് പരിപാടിയും ന്യൂസും കാര്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ ഒറിജിൻ തേടി പോകണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറയാൻ പറ്റാത്തതായിട്ടുള്ള ബഡ്ജറ്റ് പരിപാടിയല്ല, അങ്ങനെ അതെനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അത് കുറച്ചും കൂടി ചെരിച്ച് പാട്ട് എന്നുള്ള രീതിയിലേക്കാക്കി അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ച്, അതാണ് കറക്റ്റായിട്ടുള്ള സത്യം. IFFK പോലൊരു വേദിയിൽ ഇപ്പോൾ പാത്ത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വേറൊരു വേദിയിലേക്ക്, ഐ മീൻ തിയേറ്റർ എന്നൊരു വേദിയിലേക്ക് വരാനുള്ള സാധ്യതകളും സംഗതികളും എല്ലാം ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, നിലവിൽ അങ്ങനെ ഒരു പ്ലാൻ പരിപാടി ആയിട്ടില്ല. എല്ലാവരെ പോലെ ആഗ്രഹമുണ്ട് ഇത് ബാക്കിയുള്ളവരെ കാണിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം ഞാൻ പ്രൊഡക്ഷനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് IFFK എങ്ങനെയാണ് റെസ്പോൺസ് പരിപാടികൾ നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പിച്ച് ചെയ്യേണ്ട പരിപാടിയും കാര്യങ്ങളും എന്നൊക്കെയാണ്. അതിൻ്റെ തീരുമാനങ്ങളും ഡിസ്കഷനൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്നൊരു കുഞ്ഞു പരിപാടിയാണല്ലോ, എങ്ങനെയാണ് അറ്റൻഷൻ പ്ലീസും കുഞ്ഞു പരിപാടിയായിരുന്നു, പക്ഷെ അത് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയായിരുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ ചെറിയൊരു പരിപാടിയാണ്, വളരെ മിനിമൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ സംഗതി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ചിന്തകളൊന്നും വരാറില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് നോക്കണം. അപ്പോൾ എനിക്കൊരു സാധനം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല പിന്നെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതായത് ഇങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇത് കൺവിൻസ്ഡാവും. അല്ലെങ്കിൽ ഞാൻ അവരെ കൺവിൻസ് ചെയ്യും, അതായത് ഇതിങ്ങനെയാണെന്ന് വരുമ്പോൾ സെറ്റ് ആയിക്കോളും എന്നുള്ള സാധനം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടൻറ്റ് പരിപാടി ഇങ്ങനെ ഞാൻ വേറൊരു പരിപാടിക്ക് വെച്ചിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലെൻഡായിട്ട് കൊള്ളാം ഈ പരിപാടി എന്നുള്ളൊരു ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടായിരുന്നു. ഞാനത് ഈ പടം ഷൂട്ട് ചെയ്തതും ഇന്നിവിടെ നിൽക്കുന്ന സ്റ്റേജ് വരെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പ്രോസസ്സാണ്. കാരണം ബാക്കിയുള്ള ഇതിലൊക്കെ എനിക്കൊരു ഭയങ്കര പ്രഷർ പരിപാടി കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലായ്മേൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതായി വന്നപ്പോഴത്തേന് എക്സ്പീരിയൻസ് ആയി എന്നല്ല, കുറച്ചും കൂടെ എൻ്റെ ടീം, എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ബോധിപ്പിക്കണ്ടേ. നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് തുടങ്ങാം, വേണമെങ്കിൽ രാത്രി തുടങ്ങാം, എപ്പോൾ വേണമെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ആ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേസിക്കലി മടിയാണ് അതിൻ്റെ വേറെ രൂപം, എന്നാലും എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എനിക്ക് ഭയങ്കര. ആക്ച്വലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി ചേരുമ്പോഴാലും സൗഹൃദത്തിൽ ഭയങ്കര നല്ല വർക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലത്തെ വർക്കുകൾ പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതെ, ഇങ്ങനെ അത് നോക്കാൻ ഞാൻ പറയണേ. കുറച്ചും കൂടെ ഒരു വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, വലിയ പ്രൊജക്ട് പരിപാടിയാണ്. അത് ഭയങ്കരമായൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് ആണ് പിന്നെ എനിക്ക് പാർക്ക് ചെയ്യേണ്ടത് അതിലേക്ക് എത്തുന്നത്. ഇതിനെക്കാട്ടിലും വലിയ പരിപാടികളിലേക്ക് ഇനി എന്തായാലും മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.